കേരള കോൺഗ്രസ് എമ്മിനെ യു.ഡി.എഫിൽ എത്തിക്കാൻ വേണ്ടി കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ നടത്തുന്ന പ്രതികരണങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മോൻസ് ജോസഫ് എം.എൽ.എ. രണ്ടില കൊഴിയുകയും കരിയുകയും ചെയ്യുമ്പോൾ രണ്ടിലയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ജോലി യു.ഡി.എഫ് ഏറ്റെടുക്കേണ്ടതില്ല. ജോസ് കെ മാണിയുടെ പിറകെ നടന്ന് വരുന്നുണ്ടോ എന്ന് ചോദിക്കേണ്ട എന്താവശ്യമാണ് യു.ഡി.എഫിനുള്ളതെന്നും മോൻസ് ജോസഫ് ചോദിച്ചു. വരണമെങ്കിൽ ജോസ് കെ മാണി നിലപാട് വ്യക്തമാക്കട്ടെ. അവർ പൊളിഞ്ഞു പാളീസായി നിൽക്കുമ്പോൾ യു.ഡി.എഫ് നേതാക്കന്മാർ ആത്മസംയമനം പാലിക്കണമെന്നും മാർക്കറ്റ് ഉണ്ടാക്കി കൊടുക്കരുതെന്നും മോൻസ് ജോസഫ് ആവശ്യപ്പെട്ടു. കോട്ടയത്ത് മനോരമ ന്യൂസിനോടാണ് കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാനായ മോൻസ് ജോസഫ് പ്രതികരിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് വലിയ നേട്ടമുണ്ടാക്കിയിരിക്കുകയാണ്. കേരള കോൺഗ്രസ് എം യു.ഡി.എഫിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ഇപ്പോൾ വലിയ രീതിയിൽ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേരള കോൺഗ്രസിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് എം.എൽ.എ. നമ്മോട് ചേരുകയാണ്. ഇപ്പോൾ ഈ ജോസ് കെ മാണിയെ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിനെ യു.ഡി.എഫിലേക്ക് എടുക്കുന്നത് സംബന്ധിച്ച് എന്തെങ്കിലും ചർച്ച യു.ഡി.എഫിൽ നടത്തിയിട്ടുണ്ടോ? ഒരു ചർച്ച നടന്നിട്ടില്ല. യു.ഡി.എഫിൽ ഇങ്ങനൊരു വിഷയം ഇതുവരെ ചർച്ചയ്ക്ക് വന്നിട്ടില്ല. ഇപ്പോൾ ഈ വിഷയത്തിന് ഒരു പ്രസക്തി ഇല്ലെന്നുള്ളതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട്. കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാൻ ശ്രീ പി ജെ ജോസഫ് സാറ് യു.ഡി.എഫ് യോഗത്തിൽ ഇത് സംബന്ധിച്ച് നേരത്തെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞങ്ങളാരും ജോസ് കെ മാണി വിഭാഗം വരുന്നതിന് എതിരൊന്നുമല്ല. പക്ഷെ ഇപ്പോൾ യു.ഡി.എഫിന് എന്തതിൻ്റെ ആവശ്യം? ഇപ്പോൾ ഒരു ആവശ്യമില്ലാത്തൊരു കാര്യത്തിന് പറഞ്ഞ് പൊല്ലാപ്പുണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. കേരള കോൺഗ്രസ് ഇപ്പം സത്യത്തിൽ യു.ഡി.എഫിൻ്റെ ശക്തിയെക്കുറിച്ച് യു.ഡി.എഫിന് തന്നെ ഒരു ബോധ്യം ഉണ്ടാകുക എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നൊരു കാര്യം. അപ്പം രണ്ടില കൊഴിയുകയും രണ്ടില കരിയുകയും ഒക്കെ ചെയ്യുന്ന ഈ കാലത്ത് രണ്ടിലേക്ക് രണ്ടില് ഈ കരിയാൻ പോകുന്ന അല്ലെങ്കിൽ ഉണങ്ങിക്കിടക്കുന്ന ഈ രണ്ടിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ജോലി യു.ഡി.എഫ് ഏറ്റെടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലെന്നാണ് ഞങ്ങളുടെ നിലപാട്. ഇനി പക്ഷേ കോൺഗ്രസിലുള്ള ചില ആളുകളൊക്കെ എന്തുകൊണ്ടാണ് നേതാക്കന്മാരൊക്കെ ഇത്തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അനുകൂലമായിട്ട്? അല്ല, അതിപ്പം ഒരു കേരള യു.ഡി.എഫിനെ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി വിവിധ കക്ഷികൾ വരിക എന്നൊക്കെയുള്ള താല്പര്യത്തിൻ്റെ ഭാഗമായി പറയുന്നതായിരിക്കാം. നമുക്കെന്തോ ദൗർബല്യം ഉണ്ടെന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ ഇനി വന്നാലേ ഉള്ളൂ ഭരണത്തിൽ വരും എന്നുള്ളൊരു തെറ്റിദ്ധാരണയുടെ ആവശ്യമില്ലല്ലോ. അപ്പം അങ്ങനെ പറയുന്നതിലൂടെ വേറെ കുഴപ്പം കൂടെ ഉണ്ടാകുന്നുണ്ട്. ഈ ജോസ് കെ മാണി വിഭാഗം തന്നെ പറയാൻ തുടങ്ങി, ഞങ്ങൾക്ക് ഏതാണ്ട് ശക്തി ഉള്ളതുകൊണ്ടാണല്ലോ ഞങ്ങളുടെ പുറകെ ഇങ്ങനെ നടക്കണേ. ദയവ് ചെയ്ത് കോൺഗ്രസ് ലീഡർഷിപ്പ് ഞങ്ങനെ പോകരുതെന്ന് ഞാൻ പറഞ്ഞത്. അവരുടെ പുറകെ നടന്നിട്ട് വരുന്നുണ്ടോ എന്ന് ചോദിച്ച് നടക്കേണ്ട ഒരു ഗതികേട് യു.ഡി.എഫിന് ഉണ്ടാക്കരുത്. അതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. ഇനി അവർക്ക് വരണമെങ്കിൽ അവർ നിലപാട് വ്യക്തമാക്കട്ടെ. ഞങ്ങൾ LDF-ൽ പരാജയം ഏറ്റുവാങ്ങി തോൽവി സമ്മതിക്കുന്നു. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ ജനവികാരത്തെ മാനിക്കുന്നു, കേരള കോൺഗ്രസ് അണികളുടെ വികാരത്തെ മാനിക്കുന്നു എന്ന് അവരാദ്യം അഭിപ്രായം പറയട്ടെ. അവരഭിപ്രായം പറഞ്ഞാൽ തീർച്ചയായിട്ടും യു.ഡി.എഫ് ചർച്ച ചെയ്യണം. അവരെടുക്കണോ വേണ്ടയോ? പിന്നെ അവരെ ബുദ്ധിമുട്ടിലാക്കണ്ട. അവരങ്ങനെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യം യു.ഡി.എഫിൽ കൂട്ടായിട്ട് ആലോചിക്കാം. ദയവ് ചെയ്ത് അതുകൊണ്ട് യു.ഡി.എഫിൽപ്പെട്ട നേതാക്കന്മാർ ഈ ഒരു കാര്യത്തിൽ ഒരു ആത്മസംയമനം പാലിക്കണം. സ്വന്തം ശക്തി, ജനങ്ങൾ തന്നിരിക്കുന്ന ഈ ശക്തി നാം യു.ഡി.എഫ് തന്നെ തിരിച്ചറിയുക എന്നൊരു പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും ഒന്ന് ഉൾക്കൊള്ളണം എന്ന് കേരള കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി വിനയപൂർവ്വം ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പാർട്ടിക്ക് ചെയ്യാവുന്നത്. അത് ഞങ്ങൾ യു.ഡി.എഫ് നേതാക്കളും യു.ഡി.എഫ് യോഗത്തിൽ അതൊന്ന് പറയാമെന്നാണ് പാർട്ടി നേതൃത്വം ആഗ്രഹിക്കുന്നത്. എന്തായാലും മോൻസ് ജോസഫ് എം.എൽ.എയുടെ നിലപാട് വളരെ വ്യക്തമാണ്. വെറുതെ അങ്ങോട്ട് പോയി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ട കാര്യമില്ല. ആദ്യം ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് എമ്മും നിലപാട് വ്യക്തമാക്കട്ടെ എന്നുള്ളതാണ് മോൻസ് ജോസഫ് എം.എൽ.എ പറയുന്നത്. ക്യാമറമാൻ റെൻസി കുര്യാക്കോസിനൊപ്പം ബിനോയ് രാജൻ, മനോരമ ന്യൂസ്.